ഹലോ ഗൈസ്, ജിതനാണ് ഒരു സ്പിരിച്വൽ ബഡി. ഞാനൊരു കാര്യം ചെയ്യട്ടെ. അതായത് നിങ്ങളിപ്പോൾ പാർട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പോസ്റ്റോ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ റീസണാണ് ഈവിളை അല്ലെങ്കിൽ കണ്ണേറ്. ഈ സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊരു പാർട്ടിക്ക് പോകുന്നതാണ്, നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും അവിടെ പോകുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളായിരിക്കുള്ളൂ ആ പാർട്ടിയിലെ സ്റ്റാർ. നമ്മുടെ മേളിലോട്ട് നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ ഒരു ദൃഷ്ടി, അവരുടെ ഉള്ളിൽ ഒരു ജലസ് എനർജി വർക്ക് ചെയ്യും. ഈ എനർജി നമ്മുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങും. ഇതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ്. ജലസ് എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി തന്നെയാണ്. ഇത് ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമ്മളായിരിക്കുള്ളൂ. ചിലപ്പോൾ തിരിച്ച് പോയി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു എനർജി ഇല്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് നഗ്ഗടിക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ആ ഒരു ഫീലിംഗ് വരും. ഇതിൻ്റെ റീസൺ ഇതാണ്, ഈ ഈവിളയാണ്. ഇതിന് നമുക്ക് പരിഹരിക്കാൻ പറ്റും സിമ്പിളായിട്ട്, വീട്ടിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ഇപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു പാർട്ടിയിൽ പോയിട്ട് തിരിച്ച് വഞ്ഞടിക്കുക, അല്ല എവിടെയെങ്കിലും പോയിട്ട് വഞ്ഞാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ നേരത്ത് ഒരു ബക്കറ്റിനകത്ത് കുറച്ച് ഒരു പിടി കല്ലുപ്പിടുക. എന്നിട്ട് അതിട്ടിട്ട് ഒന്ന് കുളിക്കുക. അത് കഴിഞ്ഞിട്ട് നോർമലി ഒന്ന് കുളിച്ചാൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ സാധനത്തിൻ്റെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫയർ റിച്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ചെറുപ്പത്തിലെ നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. ഈ പേപ്പറിനകത്തോട്ട് കുറച്ച് കല്ലുപ്പ്, ഒരു വറ്റൽമുളക്, കുറച്ച് കടുക്, പറ്റുമെങ്കിൽ ഒരു കർപ്പൂരം, ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം കെട്ടിവെച്ചിട്ട് വേറൊരാളെ കൊണ്ട് ക്ലോക്ക് വൈസിൽ ഒരു 7 വട്ടം, ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു 7 വട്ടം, എന്നിട്ട് ഇത് പുറത്തുകൊണ്ട് കത്തിച്ചളയാം. ചിത്രം ചെയ്താൽ മതി, നെഗറ്റീവ് എനർജി മാറും. അല്ല, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് വല്ല ബീച്ച് ഉണ്ടെങ്കിൽ ആ ബീച്ചിലേക്കൂടെ കുറച്ച് നേരം നടക്കുക. കാരണം ബീച്ചിലെ വെള്ളം എന്താണ്, ഉപ്പുവെള്ളമാണ്. ഈ ഉപ്പുവെള്ളം കൊണ്ട് നിങ്ങളുടെ നെഗറ്റീവ് എനർജി മാറും. അതായത് നമ്മുടെ മേളിൽ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിന് ഒരു പ്രാധാന്യമുണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാൻ ഉപ്പിന് പറ്റും. പിന്നെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചില സ്റ്റോൺസ് ഉണ്ട്. ഈ സ്റ്റോൺസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് എനർജീസിനൊക്കെ ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞായിരുന്നു, ടൈഗർ ഐ, ബ്ലാക്ക് ടൂർമാലിനൊക്കെ ധരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതൊക്കെ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ട്രെൻഡിങ് ആണ്, കുറേ പേർക്ക് ഈ സാധനങ്ങളൊക്കെ അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയാണിത്. കാരണം എല്ലാവർക്കും അറിയാൻ പറ്റണം എന്നുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഈ വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞത്. പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് എനിക്കറിയില്ല ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷേ കുറച്ചും കൂടി മെച്യൂറായിട്ട് കുറച്ചും കൂടി ഈ സാധനങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അതർ പ്ലാറ്റ്ഫോംസിലോ ഇട്ട് നാട്ടുകാരെ അറിയിപ്പിക്കാണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ പകുതി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. കുറേ പേരൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും കുറച്ച് പേരുണ്ട്. ഇത് എൻ്റെ ഒരു സജഷനാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഇത് വിട്ടുകളഞ്ഞേക്കുക. കാരണം ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ ഒരു ഇമേജ്, അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മേളിലുള്ള വേറൊരാൾ ഇത് കാണുമ്പോൾ അവരുടെ മേളിൽ നിന്ന് നമ്മുടെ മേളിലോട്ട് ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ട്. ആ എനർജി ട്രാൻസ്ഫർ നെഗറ്റീവ് എനർജി ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ടാണ് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യണത്. എസ്പെഷ്യലി നമ്മുടെ കരിയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കാര്യതടസ്സം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള റീസൺ ഈ കണ്ണേറ് അല്ലെങ്കിൽ ഈ എനർജി ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ